ലൈസൻസ് ഇല്ലാതെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് റിപ്പോർട്ടർ TV ഉടമസ്ഥർക്ക് മാത്രം, റിപ്പോർട്ടർ TV ചാനലിന് മാത്രമായിട്ട് ഒരു നിയമമുണ്ടോ ഇല്ലയോ? കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോടതി തീരുമാനമായത് ഞങ്ങളുടെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇതില് കോടതിയല്ല റദ്ദ് ചെയ്യേണ്ടത്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറൽ അവിടെ പറഞ്ഞത് എന്താണ്? ഇവരുടെ ദേശീയ സുരക്ഷാ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇപ്പൊ ഉണ്ടായിരുന്ന ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കൂടി റദ്ദ് ചെയ്തിരിക്കുന്നു. എന്റെ പരാതി കൊടുത്തതിന് ശേഷമാണ് ആ നടപടി ഉണ്ടായത്. കാരണം ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ ആ പിൻബലത്തിൽ, ആ ലൈസൻസിന്റെ പിൻബലത്തിലാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ പരാതി കൊടുത്തു, ഞാൻ പറഞ്ഞു തീരട്ടെ. എന്റെ പരാതി കൊടുത്തപ്പോ അത് കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഇടപെട്ടു, അന്വേഷണം നടത്തി ആ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കൂടി സുരക്ഷാ ക്ലിയറൻസ് റദ്ദ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താണത്? അവര് ആ ലൈസൻസ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. വേറൊരാൾക്ക് സബ്ലീസ് ചെയ്യാൻ പാടില്ല, അത് സബ്ലീസ് ചെയ്തു എന്ന് കണ്ടതുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പൊ എന്റെ പരാതി കോടതി ഡിസ്പോസ് ചെയ്തത്, ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട്, അതുകൂടി കേട്ട് 2 മാസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. എന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി എന്റെ അല്ല അത് വ്യത്യസ്തമാണത്. അതായത് സെൻട്രൽ ഗവൺമെന്റ് അവിടെ പറഞ്ഞത് ഇവർക്ക്, അതായത് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കൂടി അവരുടെ ആഭ്യന്തര സുരക്ഷാ ക്ലിയറൻസ് കൂടി റദ്ദ് ചെയ്തിരിക്കുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല, ഈ ആൻഡോ അഗസ്റ്റിന് ഉണ്ടായിരുന്നില്ല, അതില്ലാതെ നടത്താൻ പാടില്ല. അവര് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആ ലേബലിൽ അത് ഉപയോഗിച്ചാണ് 2 വർഷം നിയമവിരുദ്ധമായിട്ട് നടത്തിയത്. അപ്പോ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ എന്താണ്? അവരുടെ കൂടി, അതായത് അവരും നിയമം ലംഘിച്ചിരിക്കുന്നു, അവർക്ക് കൊടുത്ത ലൈസൻസ് കണ്ടീഷൻ ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ ദേശീയ സുരക്ഷാ ക്ലിയറൻസ് കൂടി റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഇതിപ്പോ 2-ാം തീയതി ഇതിൽ തീരുമാനമാകും. ഇത് ഞാൻ പറയുന്നത് ഗവൺമെന്റായിട്ട് അടച്ചുപൂട്ടുന്നതിന് മുമ്പായിട്ട് ഇവർ സ്വയമായിട്ട് ഈ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ ഈ 2 വർഷം നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്, തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അത് നിർത്തിവെക്കുകയാണ് ചെയ്യേണ്ടത്.